ശ്രീ ഡീൻ കുര്യാക്കോസ് നോക്കൂ, ഈ എൽദോസിന്റെ മരണം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്ത മേഖലയിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് കാട്ടാന പന മറിച്ചിട്ടതിനെ തുടർന്ന് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ഈ മേഖലയിൽ തന്നെ നമുക്ക് വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതുപോലെ തുടരെ ജനങ്ങളുടെ ജീവനും അവരുടെ ആരോഗ്യവും എല്ലാം പ്രതിസന്ധിയിലാവുന്ന ഒരു പ്രശ്നം. ജനങ്ങൾ ഇപ്പോൾ നമ്മളുടെ റിപ്പോർട്ടർ ബെന്നിലിനോട് പറയുന്ന ഒറ്റ കാര്യം, മന്ത്രി അവിടെ വന്ന് സംസാരിക്കണം, ഞങ്ങൾ ദിനേന എന്നതുപോലെ വിളിക്കുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ മാത്രം, അവർ പറയുന്നത് മാത്രം ചെവിക്കൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രദേശത്ത് ആന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം. അവർ പറഞ്ഞ മറുപടി എന്താണ്? ഡീസലില്ല, പെട്രോൾ ഇല്ല. എന്ത് കുറ്റകൃത്യമാണത്? ആ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാൻ ഈ മന്ത്രി തയ്യാറാകുമോ? ആദ്യമേ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. ഇത് ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റുന്നത്, അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് എന്താണ്, ഇത്രത്തോളം പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ്. നികുതി പണം ഉപയോഗിച്ചാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്. പക്ഷെ അതിനുള്ള ബാധ്യത, അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ആ ബാധ്യത ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുന്നുണ്ടോ? ചെയ്യുന്നില്ല. തന്നെയുമല്ല, ഇവിടെ പ്രോജക്റ്റുകളോ സ്കീമുകളോ ഫണ്ടിങ്ങോ ഇല്ലാത്തതിന്റെ പേരിലല്ല, അത് നടപ്പാക്കാത്തതാണ് പ്രശ്നം. കൃത്യസമയത്ത് ഇടപെടാത്തതാണ് പ്രശ്നം. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാർ കുതിര കയറിയാണ് മനുഷ്യരുടെ മേലെ. ഇപ്പൊ ഗവൺമെന്റ് അതിന് വളം വെച്ചു കൊടുക്കുന്ന തരത്തിൽ ഫോറസ്റ്റ് അമെന്റ്മെന്റ് കൊണ്ടുവരികയാണ്. കേരള സർക്കാർ ഇപ്പോൾ ഈ അടുത്ത നാളിൽ കൊണ്ടുവന്നിട്ടുള്ള കരട് ഫോറസ്റ്റ് അമെന്റ്മെന്റ് അനുസരിച്ച് വനപാലകർക്ക് കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്നത് പോലെയുള്ള അവർ അവസരമാക്കി ഏതൊരു തരത്തിലും ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു വ്യക്തിയെ കാര്യമില്ല. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസങ്ങളും എടുത്ത് കടക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ജീവനുകൾ പൊലിയുകയാണ്, അല്ലെങ്കിൽ ആക്രമണത്തിനിരയായി ജീവച്ഛവമായ ആളുകൾ ഇങ്ങനെ കഴിയുകയാണ്. അപ്പോൾ നമുക്കിതിൽ ഭരണകൂടത്തിന്റെ പിഴവ് പറ്റിയിട്ടുണ്ട്. മന്ത്രി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ നാട്ടുകാരെ പഴിക്കുകയാണ്. ഈ കഴിഞ്ഞ സംഭവത്തിന് ശേഷം തന്നെ നാട്ടുകാർ പറഞ്ഞതുപോലെ അത്യാവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താമായിരുന്നു. വലിയ ഫണ്ടിന്റെ ഒന്നും ആവശ്യമില്ല. ഇലക്ട്രിക് ഫെൻസിങ്, ആ വഴിവിളക്ക് പോലും ആ പാതയിലില്ല. അപ്പോൾ അങ്ങ് പോകുന്നെങ്കിൽ എങ്ങനെ പോകട്ടെ എന്നൊരു ഭരണകൂടം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും ജനപ്രതിനിധി എന്ന നിലയിൽ? ഞാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന, ഇന്നിപ്പോ ലോക്സഭയിൽ ഞാൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സംസാരിക്കാൻ അവസരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഈ വിഷയം ലോക്സഭയിലെ ശ്രദ്ധയിലേക്ക് മുമ്പും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നയപരമായി പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അന്യ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ശാസ്ത്രീയമായി ഈ മൃഗങ്ങളെ വേട്ടയാടാനുള്ള അവസരം ഇന്ത്യയിലും കൊടുക്കണം. സംസ്ഥാന ഗവൺമെന്റാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത്. ആ ബാധ്യത ഏറ്റെടുക്കാത്ത സർക്കാർ സത്യത്തിൽ രാജിവെച്ച് പോവുക വേണ്ടത്. ഈ പറയപ്പെടുന്ന മന്ത്രിയൊക്കെ എന്തിനാണ് ന്യായവാദങ്ങൾ പറയുന്നത്? തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നില്ല എങ്കിൽ, അവർ ജനങ്ങളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കട്ടെ. അപ്പോൾ ഇവിടെ പകുതി പ്രശ്നം തീരും. ഇപ്പൊ ഈ പറയപ്പെടുന്നത് പോലെ ഡീസലില്ല, പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് സംരക്ഷണം കൊടുക്കാത്ത ഉദ്യോഗസ്ഥന്മാർ, അവിടെ വഴിവിളക്ക് സ്ഥാപിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ, അവിടെ ഈ പറയപ്പെടുന്ന ഫെൻസിങ് നബാർഡിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി അവിടെ സ്കീം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കട്ടെ. അങ്ങനെ മാതൃകാപരമായി കുറച്ചു പേർക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രി തയ്യാറാകട്ടെ. തയ്യാറാകട്ടെ. അതിലെ ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് മന്ത്രി ഇന്ന് പറയുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇപ്പൊ കുറച്ചുകൂടി എന്ന് പറയുന്ന മേഖല 100-400 വർഷം പഴക്കമുള്ള ഒരു സെറ്റിൽമെന്റ് ആണ്. അവിടേക്ക് റോഡില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. ഈ മേഖലയിലുള്ള മനുഷ്യർക്കൊന്നും ഉപജീവനത്തിന് പുറത്തു പോവുകയും വരികയും വേണ്ടേ? അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആശുപത്രികളിലേക്ക് പോകണ്ടേ? രാത്രി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വഴിയും വാഹനവും വേണ്ടേ? ഇതൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ്? അവിടെ റോഡ് വെട്ടാൻ നമ്മൾ തയ്യാറായാൽ അതിനുള്ള അനുമതി തരില്ല. അവിടെ ഗതാഗത സൗകര്യം രാത്രിയിൽ അനുവദിക്കില്ല. ഇനി അതിനെല്ലാം പല ന്യായവാദങ്ങളും പറയും. ടൂറിസ്റ്റുകളൊക്കെ പോട്ടെന്ന്, നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾ, നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദിവാസികൾ, പാവപ്പെട്ടവർ, കൃഷിക്കാർ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണാനുള്ള ബാധ്യത സർക്കാരില്ല. സർക്കാർ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റിനെ പറ്റിയിട്ടുള്ള പാളിച്ച ഇനി എത്ര ന്യായീകരിച്ചാലും അത് നമുക്ക് ഒരു എന്താ പറയാ, ഒരു സാധ്യതയുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ സാധ്യതയുള്ള കാര്യമല്ല. അതിനെതിരെ ശക്തമായ പ്രതിഷേധ ഹർത്താലാണ് അവിടെയുള്ളത്. ഞാനിപ്പോ പാർലമെന്റിലാണുള്ളത്. ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം MP എന്നുള്ള നിലയിൽ രേഖപ്പെടുത്തുന്നു. ആ നാട്ടിൽ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അത് പരിഹരിക്കുന്നത് വരെ ആ സമരരംഗത്ത് പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ഞാൻ വിഷയത്തിലൊരു ഇടപെടൽ വേണം. ഭരണകൂടം കണ്ണടയ്ക്കുന്നിടത്താണ് മറ്റ് സംവിധാനങ്ങൾ അവിടെ ജനകീയ പ്രതിരോധമടക്കം ഉണ്ടാകുന്നതാണ്. കാരണം ഇവിടെ 25,000-ഓളം ആളുകൾ വസിക്കുന്ന ഒരു മേഖലയാണ്. ഇത്രയും മന്ത്രി ഇന്നലെ രാത്രി മുതൽ പ്രതികരണങ്ങൾ തേടുമ്പോൾ ആ നാട്ടുകാരെ പഴിക്കുന്നുണ്ട്. മന്ത്രി പറയുന്നു ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. എന്ത് ചെയ്തു എന്ന ചോദ്യം വളരെ പ്രസക്തമല്ലേ? പെട്രോളിങ്ങിന് പോകുന്ന സംഘത്തിന് വാഹനത്തിന് ഡീസൽ അടിക്കാൻ കൊടുക്കാത്ത എല്ലാം ചെയ്തു എന്ന് പറയുന്നത്. ഏത് സമയത്തും മന്ത്രി ശശീന്ദ്രനോട് ഈ പറയുന്ന പ്രതികരണം ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹം സമാനമായ കാര്യമാണ് പറയുന്നത് എന്നുള്ളതാണ്.